ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മഷ്റൂം വെച്ചിട്ടാണ്. ഒരിക്കലെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ഓയിലിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയൊക്കെ വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് സവാളയാണ് ചേർക്കുന്നത്. ഒരു വലിയ സവാള നല്ല ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴറ്റി നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത്രയും വഴന്ന് ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ആണ് ഇട്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് പൊടികളാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ ഒരു കറി ഇവിടെ എല്ലാവരും ഫേവറേറ്റാണ്. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. ഇത് ഞാൻ ചാനൽ തുടങ്ങിയ ആ ഒരു സമയത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഇടാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോക്ക്. അപ്പോൾ ഇതിലേക്ക് നല്ലോണം വഴന്ന് ആ ഒരു മുളകിൻ്റെയൊക്കെ ഒരു മണം വന്നാൽ, മൂത്ത മണം വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു തക്കാളിയാണ് ചേർത്തത്. ഒരു മീഡിയം സൈസുള്ള തക്കാളി ഇട്ട് അതും നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടണം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ് ഇട്ടിട്ടുള്ളത്. ഇനി അതും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി എല്ലാം റെഡിയായ സമയത്ത് നമ്മളിതിലേക്ക് മഷ്റൂം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ടിന്നിലുള്ള മഷ്റൂമാണ് യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഇതിൽ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ഇറച്ചിക്കറി, ചിക്കൻ കറിയൊക്കെ വെക്കുന്ന ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയത്. പക്ഷേ അതിനേക്കാളും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് നോക്കുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണേ. ഇതിൽ ചേർക്കുന്ന ഓരോന്നും അതേ രീതിയിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിലുള്ള ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി ആ ഒരു മസാല എല്ലാ ഭാഗത്തായ സമയത്ത് നമ്മളിത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു മഷ്റൂം ടിന്നിലുള്ളതായതുകൊണ്ട് തന്നെ അധികം വെള്ളമൊന്നും വരില്ല. നമ്മളിത് ഫ്രഷായിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ കുറച്ചൊക്കെ അതിൽ നിന്ന് വെള്ളം വരും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇനി തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ്, അധികം വെള്ളമൊന്നും ചേർക്കാത്ത പാല്. അപ്പോൾ അത് 1 കപ്പാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. 1.5 കപ്പോളം ചേർക്കണം. അപ്പോൾ 1.5 കപ്പോളം തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി നമ്മളിതൊന്ന് കുറുക്കിയെടുക്കണം. കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ കൂടുന്നത് കേട്ടോ. ഇത് ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല ചപ്പാത്തി, ദോശ, പത്തിരി അതിനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ലൊരു കുറുകി വരുന്ന ആ ഒരു സമയത്ത് കുറച്ചൊരു കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിന് നോക്കിയിട്ട് കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു സമയത്ത് തന്നെ. നമ്മൾ ചിക്കൻ കറിയൊക്കെ നമ്മളിങ്ങനെ വരട്ടി വെക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പിന്നെ അതും ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഗ്രേവി ഇങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. ഒന്നും കൂടെ വറ്റുന്നെങ്കിൽ അതായിരിക്കും ടേസ്റ്റ്. അപ്പോൾ അത് നന്നായി വറ്റി വരുന്ന ഈ ഒരു സമയത്ത് ഞാനിതിലേക്കായിട്ട് കുറച്ച് കടുകൊക്കെ പൊട്ടിച്ചിടാനുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയാണെടുത്ത് അതിലേക്ക് കുറച്ച് കടുകും വറ്റൽ മുളകും പിന്നെ കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് നല്ല മൂത്ത മണം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ മഷ്റൂം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഒന്ന് കമൻസിലൂടെ അറിയിക്കണേ. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പിക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.